കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അടിയുറച്ച കോട്ട എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലി തന്നെയാണ്. 1952 ഫിറോസ് ഖാൻ ജയിച്ച മണ്ഡലമാണ്. പിന്നീട് ആകെ 2 തവണ മാത്രമാണ് കോൺഗ്രസിനെ ഈ റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലം കൈവിട്ടുള്ളത്. 1952 മുതൽ 1977 വരെ പരാജയമില്ലാതെയാണ് കോൺഗ്രസ് ആ മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്നത്. ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലം റായ്ബറേലിയാണ്. റായ്ബറേലിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ നിലവിൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ സ്പീഡ് കൈവശവും 1 നിയമസഭാ മണ്ഡലം BJPയുമാണ്. ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലം എന്ന പേരിലാണ് റായ്ബറേലി അറിയപ്പെടുന്നത്. 1974 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ പരാജയം നേരിട്ടു. 1996 98 കോൺഗ്രസിന് കാലിടറി. 2004 മുതൽ സോണിയാഗാന്ധിയാണ് MP. ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പ് 2014 തെരഞ്ഞെടുപ്പിൽ ഒരു മോദി തരംഗം ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പാണ്. അന്ന് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് സോണിയാഗാന്ധി വിജയിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തോളമായിരുന്നു സോണിയയുടെ ഭൂരിപക്ഷം. അത്തരത്തിൽ കോൺഗ്രസിന് ഏറ്റവും അടിയുറച്ച 2 മണ്ഡലങ്ങളാണ്. ഒന്ന് റായ്ബറേലിയും മറ്റൊന്ന് അമേഠി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി അമേഠിയുടെ ഒരു ചിത്രമൊക്കെ മാറി. സ്മൃതി ഇറാനി അവിടെ അമേഠി കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അമേഠിയേക്കാൾ കുറച്ചുകൂടി സുരക്ഷിതമായ മണ്ഡലം എന്ന രീതിയിലാണ് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ മാറ്റം. ഓക്കെ.